സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏത് സിനിമ കാണണം, എങ്ങനെ കാണണം എന്നുള്ള പ്രേക്ഷകൻ്റെ അവകാശമാണ്, അവൻ്റെ ഇഷ്ടമാണ്. ഇന്ന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന സുരേഷ് ഗോപി നായകനായ സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിലായത് എങ്ങനെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസർ ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ജാനകി എന്ന പേര് സിനിമയ്ക്കും കഥാപാത്രത്തിനും നൽകാനാവില്ലെന്ന സെൻസർ ബോർഡ് തീരുമാനത്തിന് പിന്നിൽ എന്താണ്? ചില മനസ്സുകൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജാനകി എന്ന പേരിട്ടാൽ സീതയുടെ മറ്റൊരു പേരെന്ന നിലയിൽ ഹിന്ദു വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുമെന്ന നിഗമനം എന്ത് അപായ സൂചനയാണ് നൽകുന്നത്? ഇതൊക്കെ വട്ടെന്നല്ലാതെ എന്താ പറയേണ്ടത്? ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ സമനില തെറ്റിയതാണോ എന്നെനിക്കറിയില്ല. പട്ടാളം ജാനകിക്കും സീതാ കല്യാണത്തിനും എന്ന് സ്വന്തം ജാനകക്കുട്ടിക്കും ഇല്ലാതിരുന്ന വ്രണിത വികാരങ്ങൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ മാനസിക നില തകരാറിലായിട്ടുള്ളവരെയൊക്കെ പിടിച്ച് ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തിയാൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും. സാംസ്കാരിക ഫാസിസത്തിൻ്റെ ഇരുണ്ട കാലത്തിലേക്കാണോ നാം സഞ്ചരിക്കുന്നത്? സ്വാതന്ത്ര്യമെന്ന ഭരണഘടനാപരമായ അവകാശം മെല്ലെ മെല്ലെ കവർന്നെടുക്കപ്പെടുകയാണോ? എല്ലാവർക്കും അൻസു ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹരികുമാർ ഗോവിന്ദൻ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എല്ലായിടത്തും ചർച്ചാ വിഷയം. റിലീസിന് മുമ്പ് തന്നെ ഈ ഒരു ചർച്ചാ വിഷയം കൊണ്ടുവന്നത് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം ഇതായിരിക്കും, പബ്ലിസിറ്റിക്ക് വേണ്ടി. പക്ഷേ ഇതിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള യാതൊരു സംശയവും നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് ജാനകി എന്ന് പറയുന്ന പേര് ചില മനസ്സുകൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സത്യം പറഞ്ഞാൽ സിനിമയെ ദ്രോഹിക്കാനായിട്ട്, കൊല്ലാനായിട്ട് ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ടുള്ള ഒരു പ്രമേയം വന്നാൽ അതിൽ കത്തിവയ്ക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ ഒരു സമ്പ്രദായമാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി വരുന്ന ഏതെങ്കിലും ഒരു വിഷയം സിനിമയിലോ മറ്റെവിടെയെങ്കിലും ഉൾക്കൊണ്ടാൽ, പുറത്തു വന്നാൽ അത് അവരെ ദോഷമായി ബാധിക്കും എന്ന ഒറ്റ കാരണത്താൽ അവർ ചെയ്തു വെച്ച ഒരു പ്രസ്ഥാനമാണ് ഈ സെൻസർ ബോർഡ് എന്ന പ്രസ്ഥാനം. ഒന്ന് വിരലമർത്തിയാൽ, ഈ ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ, ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്കൊന്ന് വിരലമർത്തിയാൽ ഈ ലോകത്ത് നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള സകലമാന കാര്യങ്ങളും നമുക്ക് ഇന്ന് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനിൽ കിട്ടും എന്നിരിക്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസർ ബോർഡ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ഒരു സംവിധായകൻ, പ്രവീൺ നാരായണൻ എന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ തന്നെ രചനയാണ്. അറിയാൻ കഴിഞ്ഞത് 2018 അദ്ദേഹം ഇതിൻ്റെ പേപ്പർ വർക്ക് നടത്തുന്നത്. 2022 ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഇത് ശരിക്കും കാലങ്ങളെടുത്ത് അദ്ദേഹം 8 വർഷത്തോളം ഒരു സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച് വേർപ്പൊഴുക്കി അധ്വാനിച്ച് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന അയാളുടെ സ്വപ്നം ഈ ഒരൊറ്റ വിഷയം കൊണ്ട് ഒരു 95ഓളം സ്ഥലങ്ങളിൽ ഈ പേര്, ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രശ്നം. അത് മാത്രമല്ല, സിനിമയുടെ പേരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പേരും ഇടാൻ സാധിക്കില്ല. ഇനി ഒരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ അവൻ്റെ പേര് ഒന്നുകിൽ മുരുകനെന്നോ സുബ്രഹ്മണ്യനെന്നോ അല്ലെങ്കിൽ ഹരിയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്ദു നാമത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ അതൊരു ദൈവമായി പോയില്ലേ? പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വട്ടെന്നല്ലാതെ എന്താ പറയേണ്ടത്? ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ സമനില തെറ്റിയതാണോ എന്നെനിക്കറിയില്ല. ഇങ്ങനെ മാനസിക നില തകരാറിലായിട്ടുള്ളവരെയൊക്കെ പിടിച്ച് ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തിയാൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും. ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നതിൽ
ശരിക്കും പറയുകയാണെങ്കിൽ അറിയാൻ കഴിഞ്ഞിടത്തോളം അതിനുള്ളിൽ ജാനകി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അനുപമ പരമേശ്വരൻ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു ദുരന്തം, അവർ ഒരു സ്റ്റേറ്റിന് എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ചിത്രം. നമ്മൾ കണ്ടിട്ടില്ല, ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും എനിക്ക് അറിയാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അതിന് ഇപ്പം ജാനകി എന്ന പേര് നൽകിയാൽ അതൊരു പുരാണ ചിത്രമായിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാനൊരു ഇടത് അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയം ഇതിനകത്തില്ലേ? ഇതിനകത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം. അദ്ദേഹമാണ് ഇതിനകത്ത് പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ഈ ഒരു ചിത്രത്തിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന ഇത് കേന്ദ്ര സർക്കാരിനാലും കേരള സർക്കാരിനാലും ഒക്കെ ഒരു നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് ഈ കേരള സെൻസർ ബോർഡിലും കേന്ദ്ര സെൻസർ ബോർഡിലും ഒക്കെ വരുന്നത്. അവരവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളെയും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകളെയും സാധൂകരിക്കുന്ന ചിത്രങ്ങൾ മാത്രം ഇവിടെ റിലീസ് ചെയ്താൽ മതിയെങ്കിൽ പിന്നെ ഇവിടെ കലയും സിനിമയും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. കാരണം ഈ അവസരത്തിൽ ഞാൻ ഓർത്തെടുത്ത് പറയുന്ന ഒരു അനുഭവം കൂടി ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീരിയൽ, അപ്പോഴൊക്കെ നമുക്ക് ഈ ദൂരദർശൻ മാത്രമേ ഉള്ളൂ, ഒരു സീരിയൽ, ദൂരദർശൻ്റെ ഒരു സീരിയൽ നമ്മൾ സംപ്രേഷണത്തിന് വേണ്ടിയിട്ട് പൈലറ്റ് എപ്പിസോഡ് കൊടുക്കുകയാണ് അംഗീകാരത്തിന് വേണ്ടി. അതിൻ്റെ ടൈം സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അംഗീകാരത്തിന് കൊടുക്കുകയാണ് തിരുവനന്തപുരം ദൂരദർശനിൽ. അപ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ക്രീനിങ് കമ്മിറ്റിയാണ് ഇത് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ആ പരമ്പര അതിൻ്റെ പേരെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്നൊരു പരമ്പരയാണ്. ആ പരമ്പരയിൽ ഞാനും സഹസംവിധായകനായി വർക്ക് ചെയ്തിട്ടുണ്ട്. ശാന്തിവിള ദിനേശ് വർക്ക് ചെയ്തിട്ടുണ്ട്. പപ്പൻ പൈറ്റോളായിരുന്നു അതിൻ്റെ സംവിധായകൻ. നടൻ അശോകനായിരുന്നു അതിലെ പ്രധാന കഥാപാത്രം. നടൻ അശോകൻ ഒരു വള്ളം തുഴഞ്ഞ് നദിയിലൂടെ ഒരു കായലിലൂടെ വരുന്ന ഒരു സീനാണ്. അതിൽ കായലിൽ നിറയെ പായലുണ്ടായിരുന്നു. ഈ സ്ക്രീനിങ് കമ്മിറ്റിയിലെ ഒരു വിദ്വാൻ വന്നിട്ട് സംവിധായകനും ബാക്കി എല്ലാ ടീമുകളും പുറത്ത് കാവലിരിക്കുകയാണ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. മിസ്റ്റർ പപ്പൻ, അത് ശരിയാകത്തില്ലല്ലോ, അതിനകത്ത് അശോകൻ ഇങ്ങനെ വെള്ളം തുഴഞ്ഞ് വരുമ്പോൾ ആ കായലിൽ മൊത്തം പായലാണ്, ആ പായൽ മാറ്റിയിട്ട് വരൂ, എന്നിട്ട് ഞാൻ ഡേറ്റ് തരാമെന്ന്. എങ്ങനെയുണ്ട്? ഇതുപോലെയുള്ള വിവരദോഷികളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുത്തിയാൽ, വിവരദോഷിയെന്നല്ല ഇവനൊക്കെ പറയേണ്ടത്, മാനസിക രോഗികളെ, മാനസിക രോഗിയെന്ന് പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതൊരു താളം തെറ്റലാണ്. മനസ്സിൻ്റെ ഒരു അവസ്ഥയുടെ ഒരു താളം തെറ്റലിൻ്റെ ഒരു ഇതാണ്, പര്യായമാണ്. അതൊരിക്കലും ഒരു തെറ്റല്ല, കുറ്റമല്ല. പക്ഷേ അത്തരക്കാരെ നമുക്ക് അവരുടെ രോഗം ഭേദമാകുന്നത് വരെ മാറ്റി നിർത്തിയേ നിവർത്തിയുള്ളൂ. ഇത്രയും വർഗീയമായിട്ട് എങ്ങനെ ഒരു സിനിമയുടെ പേരിനെ ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നു എന്നാണ് എനിക്ക് അതിശയം തോന്നുന്നത്. കാരണം സത്യം പറയാലോ, ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ നാണക്കേട് പഴി കേൾക്കാൻ പോകുന്ന കേന്ദ്ര സർക്കാരാണ്. ഇതുപോലെ താളം തെറ്റി, അതുപോലെ ഏതാനും വർഷം മുമ്പ് ഇവിടെ ഒരു സിനിമ വേറൊരെണ്ണം റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേരാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു പേരായിരുന്നു. അതിൻ്റെ പേരിതാണ് സെക്സി ദുർഗ. സനൽകുമാർ ശശിധരനായിരുന്നു അതിൻ്റെ സംവിധായകൻ. ഈ സനൽകുമാർ ശശിധരൻ്റെ ഒരു സിനിമയും ഇന്നോളം ആരും തിയേറ്ററിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് എന്തൊക്കെയോ അവാർഡ് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അല്ല, ആരെങ്കിലും ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ എടുത്താലും അരവിന്ദ സാറിനെ എടുത്താലും ഇവരുടെയൊക്കെ സിനിമകളൊക്കെ ഇഷ്ടംപോലെ തിയേറ്ററിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. എല്ലാ ഫെസ്റ്റിവലിൽ കാണുന്നു, മറ്റെല്ലാ കാര്യങ്ങളിലും തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, എല്ലാ രീതിയിലും നമ്മൾ കാണും. പക്ഷേ ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്, അത് പേരുദൂഷ്യം ഉണ്ടാക്കാനായിട്ട് വരുന്നവർ. പക്ഷേ അതുപോലെയുള്ള പേരെങ്കിലും, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പേരാണെങ്കിലും നമുക്ക് സമ്മതിക്കാം. സെക്സി ദുർഗ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ശരിക്കും പറയുകയാണ്, നിങ്ങളുടെ തീർച്ചയായിട്ടും അത് മനസ്സിനെ വ്രണപ്പെടുത്തുന്ന പേര് തന്നെയാണ്. ഇല്ലയെന്ന് ഒരിക്കലും ഒരിടത്തും പറയാൻ പറ്റില്ല. ഇത് വെറും ഒരു കേരളത്തിലെ ഒരു സിനിമ നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ, ആ മലയാള ഭാഷയിൽ നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ ആകപ്പാടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ് പറയുന്നത്? ആ കഥാപാത്രത്തിൻ്റെ പേര്, ആ പേര് സിനിമയ്ക്ക് ടൈറ്റിലായി കൊടുത്തു. ഇതിലെന്താണ് തെറ്റ്?
ആ കഥാപാത്രത്തിൻ്റെ പേരതായിപ്പോയതാണോ, അല്ലെങ്കിൽ ആ സിനിമയുടെ പേരതായിപ്പോയതാണോ? ഇനി ജാനകി എന്നുള്ള പേരിൽ സാക്ഷാൽ സീതാദേവിക്ക് മാത്രമേ ആ പേര് അവകാശമുള്ളൂ എന്ന് എവിടെയെങ്കിലും പേറ്റൻ്റ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊള്ളാമല്ലോ. ഗോവിന്ദചാമി പിന്നെ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള ഒരുപാട് ഭീകരന്മാരുടെ പേരുകൾ, ഒരുപാട് നൊട്ടോറിയസ് ക്രിമിനലുകളുടെ പേരുകൾ ദൈവങ്ങളുടെ ആണല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും നമ്മൾ? സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും യാതൊരു പ്രസക്തിയും ഇല്ലാത്ത, ഒരു ആവശ്യവും ഇല്ലാത്ത, കാരണം ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ്, അതുപോലെ തന്നെ OTT റിലീസ് എന്ന് തുടങ്ങി വിദേശങ്ങളിലുള്ള പല ചാനലുകളിലും പുറത്തു വരുന്ന സംഭവങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു സ്ക്രീനിങ്ങും ഇല്ലാതെ, അവർ യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ പുറത്തു വരുന്ന പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സെൻസർ ബോർഡ്? അതാണ് എൻ്റെ ചോദ്യം. ഒരു ആവശ്യവുമില്ലാത്തതാണ് ഈ ഒരു കാര്യം. പക്ഷേ സെൻസറിങ് വേണ്ട ഒരു പ്രസ്ഥാനം അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, സീരിയലുകൾക്ക് മാത്രം. കാരണം അതൊരു പരിധിവരെ ഞാൻ അംഗീകരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുടുംബങ്ങളെ വഴിതെറ്റിക്കുന്ന, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രമേയങ്ങളും ആവർത്തന വിരസതയോടുകൂടി അതിനകത്ത് കടന്നു വരുന്നുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതും ഈ പറഞ്ഞതുപോലെ കുറേ വിവരദോഷികളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. കാരണം ഒരു കലാപരമായ സൃഷ്ടി, അത് സീരിയൽ, സിനിമ, ഇതൊന്നും ഇത് നിയന്ത്രിച്ചോ, ഇത് ചെയ്തോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥാ പശ്ചാത്തലം മനസ്സിലാക്കി അതിനൊരു മാർക്കിടാനോ ഒന്നും യാതൊരു അറിവും ഇല്ലാത്ത, ഈ ഫീൽഡിലേ ഇല്ലാത്ത കുറേ ചേട്ടന്മാരാണ് ഇതിന് അംഗീകാരം കൊടുക്കാനിരിക്കുന്നത്. അവിടെയാണ് സെൻസറിങ് ആവശ്യം, അല്ലാതെ സിനിമയ്ക്കല്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏത് സിനിമ കാണണം, എങ്ങനെ കാണണം എന്നുള്ള പ്രേക്ഷകൻ്റെ അവകാശമാണ്, അവൻ്റെ ഇഷ്ടമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. എന്തു തന്നെയായാലും ശരി, ഈ ഒരു ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു 8 വർഷത്തെ പ്രയത്നത്തിന് ഒടുവിൽ ഒരു സംവിധായകൻ കൊണ്ടുവരുന്നത് നിരവധി പേരുടെ സ്വപ്നങ്ങളും നിരവധി പേരുടെ പ്രതീക്ഷകളും ഒക്കെയാണ് ആ സിനിമയ്ക്ക് പിന്നിൽ. അത് തീർച്ചയായിട്ടും വിജയിക്കണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. തടസ്സങ്ങളെല്ലാം മാറി ബഹുമാനപ്പെട്ട കോടതിയുടെ അനുവാദത്തോടു കൂടി തന്നെ ആ സിനിമ അതേ പേരിൽ, അതേ കഥാപാത്രത്തിൻ്റെ പേരിൽ തന്നെ പുറത്തു വരട്ടെ, വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.